ലണ്ടൻ മലയാളം റേഡിയോ. The station that loves God's own country and its people. London Malayalam Radio. എല്ലമ്മ. ഹലോ, എല്ലാ എന്റെ മാന്യ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം. ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിതയാണ്. ഇനി കുറച്ചു നേരം ഞാൻ നിങ്ങളോടൊപ്പം തന്നെ കാണും. ഈ കുറച്ചു നേരം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1 മണിക്കൂർ നേരം. ഈ 1 മണിക്കൂർ നേരം നിങ്ങൾ എന്നോടൊപ്പം കാണണം കേട്ടോ. അങ്ങനെയുള്ളൊരു വിശ്വാസത്തിന് പുറത്തൊക്കെയാണ് ഞാൻ ഇവിടെ വന്നിങ്ങനെ വാതരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവല്ലോ അല്ലേ? അങ്ങനെയുള്ള വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത്, നിങ്ങളാണ് എൻ്റെ ബാക്ക് ബോൺ. നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ഇല്ലെന്ന് അമ്മണിക്കുട്ടി എന്നല്ലേ പറഞ്ഞത്? ശരിയാണ്. അപ്പൊ ആദ്യത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ വേനലവധിനെ കുറിച്ചാണ്. ഈ വേനലവധിയൊക്കെ നാട്ടിലിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം മിക്സ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണോ ഇത് പറയേണ്ട സന്ദർഭം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അതൊക്കെ സമയം എന്താ പറയുക അതിക്രമിച്ചു പോകും. അതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്, ഈ ഒരു കാലത്ത് കുട്ടികൾ എൻജോയ് ചെയ്ത് ജീവിക്കട്ടെ. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരുടെ ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വെക്കേഷൻ പീരീഡാണ് ഈ വേനലവധി എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്ത് അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ട്, എടാ നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? എടാ ഇത്രയും ദിവസം ലീവ് കിട്ടിയിട്ട്, അല്ലെങ്കിൽ എടി ഇത്രയും ദിവസം ലീവ് ഇട്ടിട്ട് നീ ഹോംവർക്ക് ഒന്നും ചെയ്തില്ലേ? എന്തിനാണ്? ടീച്ചർമാരും മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, അവര് പഠിച്ചോളൂ എന്നേ. ഈ വെക്കേഷൻ സമയത്തൊക്കെ അവരെ കുത്തിയിരുത്തി പഠിപ്പിച്ച് അവരുടെ ബ്രെയിനിൽ എന്താ പറയുക സ്റ്റഫ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ വാർത്തെടുക്കുന്നത് കഴകത്തില്ലാത്ത നിങ്ങളുടെ കുട്ടികളെയാണ്, കഴകത്തില്ലാത്ത സിറ്റിസൺസിനെയാണ്. പഠനം എന്ന് പറയുന്നത് പുസ്തകത്തിൽ മാത്രം അച്ചടിക്കുന്ന കുറെ കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നതല്ല, മറിച്ച് ജീവിതം എന്ന അനുഭവത്തിൽ നിന്നും കൂടെ അവർ അത് പഠിക്കണം. അതിന് പ്രകൃതി അത്യാവശ്യമാണ്. പ്രകൃതിയോടെ ഇണങ്ങി അതിൽ കളിച്ച് മണ്ണിനെ അറിഞ്ഞ് വെള്ളത്തെ അറിഞ്ഞ് ബ്രീത്ത് ഫ്രീ അറ്റ്മോസ്ഫിയർ ഒക്കെ അവർ ആവോളം കൂടെ ആസ്വദിച്ച് ജീവിക്കട്ടതേ. നമ്മുടെ കുഞ്ഞിലത്തെ സമയമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ കുഞ്ഞുനാളിലെ സമയത്തൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അന്ന് ഈ വേനലവധി കാലത്തായിരുന്നു മാങ്ങ ഒക്കെ വീഴുന്ന സമയം, മാമ്പു പൂത്ത് മാങ്ങ വീഴുന്ന സമയം. അത് പെറുക്കാൻ ഓടുന്നു, അതിലൊരു മത്സരം തന്നെയുണ്ട്. പിന്നെ തൊടിയിൽ വേനലാണെങ്കിൽ തന്നെയും ചെറിയ ചെറിയ കുഞ്ഞു അരുവികളൊക്കെ വരുമ്പോൾ അതിൽ കൂടെ കൊച്ചു മീനുകളൊക്കെ വരുന്നത് തോർത്തിട്ട് പിടിക്കുന്ന ഒരു സമയം. പിന്നെ കനാലിൽ വെള്ളം വരുമ്പോൾ അവിടെ പോയി കുളിക്കുന്ന ഒരു സമയം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം എൻജോയ്മെന്റ് ആണ്. ഇപ്പൊ അതിന് പകരം ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളാണ് ആ ഒരു എൻജോയ്മെന്റിനൊക്കെ കീഴടക്കിയിരിക്കുന്നത്. ഒന്ന് എനിക്ക് പറയാനുണ്ട്, എല്ലാ സമയവും ലാപ്ടോപ്പിന്റെയും മൊബൈൽ ഫോണിന്റെയും ഒന്നും മുന്നിൽ കുട്ടികളെ ഇരുത്താതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക. അവരെ ഇങ്ങനെയുള്ള പ്രകൃതിയോടും കൂടെ ഒന്ന് ഇണങ്ങി ജീവിക്കാൻ പ്രാപ്തരാക്കുക. കാരണം പഠനം എന്ന് പറയുന്നത് പുസ്തകത്താളിൽ അച്ചടിച്ച് വരുന്നത് മാത്രമല്ല പഠനം. അത് മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നത് കഴകത്തില്ലാത്ത ഒരു സമൂഹത്തിനെ ആയിരിക്കും. അതുണ്ടാവരുത്. അതിന് നിങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാക്കാൻ നിങ്ങളുടെ മക്കളെ പ്രാപ്തരാക്കുക. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. സോ പുസ്തകപ്പുഴുക്കളൊന്നും ആക്കാതെ, ഹോംവർക്കുകളൊന്നും അധികം അടിച്ചേൽപ്പിക്കാതെ കുട്ടികളെ വളർത്തുക. ഈ ഒരു സമയം അവർ എൻജോയ് ചെയ്യട്ടെ. ബന്ധുമിത്രാദികളോടുകൂടിയും ചാർച്ചക്കാരോടുകൂടിയും സ്വന്തം അയൽക്കാരോടുകൂടിയും ഒക്കെ ഇടപഴകിക്കൊണ്ടാവട്ടെ അവരുടെ ഈ വേനലവധിക്കാലം. ഏതായാലും നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. കൂടെ ഞാനാണ് നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിത. ചാർത്തിയോ കിളിത്തൂവൽ പോ അലിപോലുന്ന കൺപീലിയിൽ ഇതളുറങ്ങാത്ത പൂവ് പോലെ നീ അരികിൽ നിൽപ്പൂ തഴുകാം താന്തമായി പൈതലേ മിഴിനീർ മുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോ അലിപോലുന്ന കൺപീലിയിൽ ഇതളുറങ്ങാത്ത പൂവ് പോലെ നീ അരികിൽ നിൽപ്പൂ
മുളം തണ്ടായി മുറിഞ്ഞ നിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കു നൊമ്പരം. മുളം തണ്ടായി മുറിഞ്ഞ നിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കു നൊമ്പരം. ഒരു കുരുന്നു കുമ്പിളിലേക്കിടാം കനിവാർന്ന സാന്ത്വനം. നിലാപ്പൈതലേ മിഴിനീർമുത്തു ചാർത്തിയോ. പറന്നെന്നാൽ തളർന്നു പോ ഇളം ചിറകുള്ള പ്രാവു നീ. കുളിർ മഞ്ഞു തുള്ളി നീ. പറന്നെന്നാൽ തളർന്നു പോ ഇളം ചിറകുള്ള പ്രാവു നീ. കുളിർ മഞ്ഞു തുള്ളി നീ. മുകിൽ മെനഞ്ഞ കൂട്ടിലുറങ്ങുവാൻ വരികെന്റെ ചാരി നീ. നിലാപ്പൈതലേ മിഴിനീർമുത്തു ചാർത്തിയോ. കിളിത്തൂവൽ പോ അലിപോലുന്ന കൺപീലിയിൽ. നിലാപ്പൈതലേ ലണ്ടൻ മലയാളം റേഡിയോ. ഏതായാലും മനോഹരമായൊരു ഗാനമൊക്കെ കേട്ടില്ലേ? ഇന്ന് പിന്നെ എന്തിനാ ഇനി നോക്കി നിൽക്കുന്നത്? തിരിച്ചു വരാം. ഇതിൽ ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മിണിക്കുട്ടി RJ സ്മിത. ഇനിയപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബ്രെയിനിൽ ഇരിക്കട്ടെ. കാരണം കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മൾ കരുതേണ്ടത് വലിയ 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 പഠനങ്ങൾ അല്ലെങ്കിൽ പഠന രീതി അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടായിരിക്കരുത്. മറിച്ച് പ്രകൃതിയും അതിനോട് ഇണങ്ങി ജീവിക്കുവാനും അവരെ നമ്മൾ പ്രാപ്തിയുള്ളവരാക്കണം. ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഈ അടുത്തിടെ ഞാൻ കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഓടിയെത്തിയത്. ഏതായാലും ഞാനത് തപ്പി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനതൊന്ന് വായിക്കാം. ഇത് ഒരു ഫേസ്ബുക്കിൽ ഒരു യുവാവ് തൻ്റെ അനുഭവക്കുറിപ്പ്, അതായത് അദ്ദേഹം കണ്ട ഒരു കാര്യത്തിനെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച ഒരു കാര്യത്തിനെ പറ്റി അദ്ദേഹം കുറച്ച് വരികളാണ്. പക്ഷേ നിങ്ങൾ സൂക്ഷ്മതയോടെ ഇത് കേൾക്കണം. ഒരച്ഛന് തൻ്റെ മകനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി തരുന്ന കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. 10ാം ക്ലാസ് കണക്ക് പരീക്ഷയിൽ തോറ്റ തൻ്റെ മകനോട് ഒരു പിതാവ് പറയുന്ന വാക്കുകൾ ഒരു യുവാവ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചതോടെയാണ് ആരുടെയും കണ്ണു നനയ്ക്കുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വൈറലായത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ A+ കിട്ടാതെ പോയാൽ മക്കളെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ഓരോ അച്ഛനും അമ്മയും ഈ ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടിരിക്കണം, വായിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. പഠനം മാത്രമല്ല, ഓരോ കുട്ടിയുടെയും അഭിരുചി മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഈ കുറിപ്പിൽ യാസിർ എരുമപ്പെട്ടി എന്ന യുവാവ് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ FB പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ്. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന ദിവസമായിരുന്നല്ലോ ഈ കഴിഞ്ഞ ഇടയ്ക്ക്. റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്നവരിൽ എൻ്റെ അനിയനും എൻ്റെ പെങ്ങളൂട്ടിയും ഒക്കെയും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മാർക്കോടുകൂടി അവർ പാസ്സാവുകയും ചെയ്തു.
അവർക്ക് ഫോണിൽ വിളിച്ച് ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് പതിവ് ഓഫീസ് ജോലികളുടെ തിരക്കിൽ ഞാൻ മുഴുകുകയായിരുന്നു. 4 ഡ്രൈവർമാരുടെ ഗേറ്റ് പാസ് എടുക്കാനുള്ളത് കൊണ്ട് കസ്റ്റംസിലേക്ക് നടന്നു. ഗേറ്റ് പാസും എടുത്ത് തിരികെ ഓഫീസിലെത്തിയപ്പോഴാണ് ഒരു മലയാളി ഡ്രൈവറുടെ ഫോൺ സന്ദേശം കേൾക്കുവാൻ ഇടയായത്. അയാൾ തൻ്റെ ഭാര്യയോടാണ് സംസാരിക്കുന്നത് എന്നെനിക്ക് ആദ്യമേ മനസ്സിലായി. ഞങ്ങളുടെ ഓഫീസിൽ രാവിലത്തെ ഷിഫ്റ്റിൽ അറബികൾ മാത്രമാണ് എന്നുള്ള ധാരണയിലാകാം ആ മനുഷ്യൻ അത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത്. ആ മനുഷ്യൻ്റെ ചില വാക്കുകളാണ് യാസിർ എരുമപ്പെട്ടി എന്ന എന്നെ ഇത് എഴുതാൻ പ്രേരിപ്പിച്ചത്. അയാളുടെ മകൻ കണക്ക് പരീക്ഷയിൽ തോറ്റിരിക്കുകയാണ്. ബാക്കിയുള്ള വിഷയങ്ങളിൽ തട്ടിമുട്ടി ജയിച്ചിട്ടുണ്ട്. കണക്ക് പരീക്ഷയിൽ തോറ്റ ഒരു മകനോട് ഇപ്പോഴത്തെ പല അച്ഛന്മാരും സംസാരിക്കുന്ന ഒരു രീതി ആയിരുന്നില്ല അയാളുടേത്. അപ്പുറത്തു നിന്നും അയാളുടെ ഭാര്യയുടെ സങ്കടവും നാണക്കേടും കലർന്ന സംസാരം തന്നെയാവാം അയാളുടെ സംസാരത്തിൻ്റെ തുടക്കം. പക്ഷെ അതിനൊക്കെ അയാൾ നൽകിയ മറുപടിയാണ് എന്നെ വല്ലാതെ അതിശയിപ്പിച്ചത്. സൗമ്യേ, അവൻ പരീക്ഷയൊക്കെ ഇനിയും എഴുതാം. അവസാനത്തെ പരീക്ഷ ഒന്നും അല്ലല്ലോ ഇത്. പക്ഷെ നമുക്ക് നമ്മുടെ മോനെ നഷ്ടമായാൽ പിന്നെ കിട്ടില്ല. നീ അവരെ കുത്തുവാക്ക് പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ. നീ നോക്കിക്കോ, എൻ്റെ മോനും ഒരിക്കൽ ജയിക്കും. അത്രയും കേട്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്ത സങ്കടം ഉള്ളിൽ നേറി. ഇമാതിരി വെയിലത്ത് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ട്രെയിലറും ഓടിച്ച് ജീവിതത്തിൻ്റെ അറ്റം മുട്ടിക്കുവാൻ വിയർപ്പൊഴുക്കുന്ന ഈ മനുഷ്യന് തൻ്റെ മകൻ നിസ്സാരമായ ഒരു 10ാം ക്ലാസ് പരീക്ഷ തോറ്റുപോയി എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രമേൽ സ്നേഹത്തിൽ പ്രതീക്ഷയിൽ സംസാരിക്കാൻ കഴിയുന്നത്? എൻ്റെ ചോദ്യങ്ങൾ അയാളെയും എന്നെയും തമ്മിലുള്ള അകലം കുറച്ചു. അയാളുടെ സംസാരത്തിന് ഞാൻ വീണ്ടും കാതോർത്തു. ഒളിച്ചു കേൾക്കുവാനുള്ള മനോഭാവമായിരുന്നില്ല കേട്ടോ, ഒരു അച്ഛനെ കേൾക്കുവാനുള്ള ധൃതിയായിരുന്നു അതിന് കാരണം. നീ സന്തോഷത്തിന് ഫോൺ കൊടുക്ക്, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. അയാളുടെ ശബ്ദത്തിൽ സ്നേഹത്തിൻ്റെ ചൂരുള്ള പോലെ തോന്നി. അയാൾ തുടർന്നു, മോനെ, സാരമില്ലടാ, ഒരൊറ്റ വിഷയത്തിലല്ലേ തോറ്റുള്ളൂ, അത് പ്രശ്നമില്ല. ബാക്കിയൊക്കെ എൻ്റെ മോൻ പാസ്സായല്ലോ, നമുക്കിനിയും സമയമുണ്ടല്ലോ. എൻ്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ, ഇതിലും വലിയ പരീക്ഷയിൽ എൻ്റെ മോൻ ജയിച്ചിട്ടില്ലേ. പിന്നെന്താ, അമ്മ നിന്നോടുള്ള സ്നേഹം കൊണ്ടാട്ടോ അങ്ങനെയൊക്കെ പറയുന്നത്. എന്നെക്കാളും ജീവന അമ്മയ്ക്ക് നിന്നെ. നീ അതൊന്നും കേട്ട് സങ്കടമായി ഇരിക്കണ്ട കേട്ടോ. അച്ഛൻ ഷെറഫുക്കാരുടെ കയ്യിൽ നിനക്കുള്ള ബൂട്ടും കിറ്റും ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കമ്പനിയുടെ നല്ല വില കൂടിയ ബൂട്ടാണ്. ഓൻ നാളെയോ മറ്റന്നാളോ അവിടെ എത്തും. അടുത്ത മാസമല്ലേ നിനക്ക് സെലക്ഷൻ, അതിന് പ്രാക്ടീസ് ഒന്നും മുടക്കണ്ട കേട്ടോ. അങ്ങനെ അയാൾ ഒരുപാട് സംസാരിച്ചു അയാളുടെ മകനോട്. പക്ഷെ ബാക്കിയൊന്നും ഞാൻ കേട്ടില്ല. ഇയാൾ എന്ത് മനുഷ്യനാണ്, വട്ടാണോ ഇയാൾക്ക്? സ്വന്തം മകൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ തോറ്റു നിൽക്കുന്നു. ആ നേരത്ത് അവന് ബൂട്ടും കിറ്റും വാങ്ങിക്കൊടുത്ത് അവനെ ഫുട്ബോൾ കളിക്കാൻ വിടുന്നു. ഭ്രാന്ത്, അല്ലാതെ എന്താ പറയുന്നേ? അയാളോടുള്ള പുച്ഛവും അയാളെ കളിയാക്കിയുള്ള ചിരിയും എൻ്റെ മുഖത്ത് ഞാൻ അറിയാതെ തന്നെ നിഴലിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ തൻ്റെ ബയാൻ കഴിഞ്ഞോ എന്ന് എൻ്റെ കൂടെയുള്ള അറബിയോട് ചോദിച്ചു. ബയാൻ എന്ന് പറയുന്നത് കസ്റ്റംസ് ബിൽ ഓഫ് എൻട്രിയാണ്. തട്ടിമുട്ടിയുള്ള അങ്ങേരുടെ അറബി ഭാഷയ്ക്ക് റൂഹ് മിനാക്ക്, അവിടേക്ക് പോകൂ എന്ന ഭാഷയിൽ എൻ്റെ കൂടെയുള്ള അറബി മറുപടിയും കൊടുത്തു. അപ്പോഴാണ് അയാൾ എന്നെ ശ്രദ്ധിക്കുന്നത്. ആഹാ, മലയാളിയായിരുന്നോ? അയാളുടെ ചോദ്യം. ആ, ഉണ്ടായിരുന്നു, ഞാൻ കസ്റ്റംസിൽ പോയിരിക്കുകയായിരുന്നു. എൻ്റെ മറുപടി കേട്ടപ്പോൾ അയാൾ ചോദിച്ചു, എത്രയായി എൻ്റെ പൈസ? നിങ്ങളുടേത് 430 ദിറംസ്. ക്യാഷ് എടുത്ത് എനിക്ക് നേരെ നീട്ടുമ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, കണക്കിലാണോ മോൻ തോറ്റത്? കണക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ആ, കണക്കിൽ തോറ്റു. അതൊന്നും അത്ര പ്രശ്നമില്ല. ഭാര്യയുടെ വഴക്ക് പറച്ചിലായി എനിക്ക് പേടി. ഓരോ ന്യൂസ് കേൾക്കാറില്ലേ, മാർഗ് കുറഞ്ഞതിന് കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നും ഞരമ്പ് മുറിച്ചു എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ഓർക്കുമ്പോൾ നെഞ്ചിൽ തീയ. അയാൾ അത്രയും പറഞ്ഞപ്പോൾ എനിക്ക് അതുവരെ തോന്നാത്തൊരു കൗതുകമായി അയാൾ പറയുന്ന കാര്യങ്ങളോട്. ഞങ്ങൾ വീണ്ടും സംസാരിച്ചു. ചെറിയ രീതിയിൽ ഞങ്ങൾ കമ്പനിയായി. അന്നേരം അയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണ് നിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങേർക്കും അങ്ങേരുടെ ഭാര്യയ്ക്കും 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയതാണ് സന്തോഷിനെ. അവനെ അവൻ്റെ അമ്മ പ്രസവിക്കുമ്പോൾ ചെറിയ ബുദ്ധിമാന്യവും അംഗവൈകല്യവുമുള്ള ഒരു കുഞ്ഞായിരുന്നു അവൻ. അവൻ്റെ കാലുകൾക്ക് നടക്കുവാനുള്ള ശേഷിയില്ലായിരുന്നു. ബുദ്ധിവികാസവും കുറവായിരുന്നു. അന്ന് ഡോക്ടർമാർ അതിനൊരു ഇംഗ്ലീഷ് പേരും കൊടുത്തിരുന്നു. സാധാരണ ജീവിതത്തിലേക്ക് അത്ര പെട്ടെന്നൊന്നും മടങ്ങി വരാൻ സാധ്യതയില്ലാത്ത ഒരു അസുഖത്തെ 5 വർഷം കൊണ്ടാണ് ആ കുഞ്ഞ് അതിജീവനത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത്. അയാൾ തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വല്ലാതെ മൂർച്ചയുള്ള വാക്കുകൾ, സ്നേഹവും അഭിമാനവും ചേർത്ത് വെച്ച വാക്കുകൾ. കണക്കിൽ മാത്രമേ അവൻ തോറ്റുള്ളൂ എന്ന് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് ഞാനാണ്. കാരണം ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ അവൻ ജയിച്ചല്ലോ. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾ പഠിക്കേണ്ടിയിരുന്ന സ്കൂളിൽ നിന്നും സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പഠിച്ച് കാലുകൊണ്ട് അനക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിന്നും
നടന്നും ഓടിയും നന്നായി ഫുട്ബോൾ കളിച്ചും ഇന്നിപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയിൽ കണക്കിനൊഴികെ ബാക്കി എല്ലാ വിഷയങ്ങളിലും ജയിച്ചു എന്നുകൂടി കേട്ടപ്പോൾ 10 A+ കിട്ടിയ ഒരു മകൻ്റെ അച്ഛനുണ്ടാകുന്ന സന്തോഷമാണടോ എനിക്കിപ്പോൾ. അവൻ ഇനിയും ഉയരങ്ങളിലെത്തും. എനിക്കുറപ്പാണ് IM വിജയനെ പോലെ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാകും എൻ്റെ മോൻ. അത്രയും കേട്ടപ്പോൾ ആ മനുഷ്യനോട് എന്തെന്നില്ലാത്ത ബഹുമാനവും സ്നേഹവും കൂടി എൻ്റെ കണ്ണും നന പറഞ്ഞു. കണ്ണടയുടെ ഫ്രെയിമിനടിയിൽ കൈയിട്ട് ഞാനത് തുടച്ചു. അതുവരെ ലഭിക്കാത്ത ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അയാളുടെ വാക്കുകളിൽ നിന്നും എനിക്ക് കിട്ടി. സ്വന്തം മകൻ്റെ തോൽവി മറ്റൊരുപാട് വിജയങ്ങളിലൂടെ ആഘോഷിക്കുന്ന ധീരനായ നിലപാടുള്ള ഒരു അച്ഛൻ. ചങ്കു പൊളിയുന്ന ശകാരങ്ങൾ കൊണ്ട് മകൻ്റെ കണ്ണ് നിറയ്ക്കുന്നതിന് പകരം ഉള്ളു തൊടുന്ന വാക്കുകൾ കൊണ്ട് മകനെ സ്നേഹം കൊണ്ട് പൊതിയുന്ന അച്ഛൻ. സ്വന്തം കുഞ്ഞിനൊരു A+ കുറഞ്ഞതിൻ്റെ പേരിൽ അവനെ അല്ലെങ്കിൽ അവളെ ടോർച്ചർ ചെയ്ത് ഒരു മുഴം കയറിലേക്ക് അവരെ എത്തിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾക്ക് ഒരു പാഠശാലയാണ് ആ മനുഷ്യൻ. മകൻ്റെ അഭിരുചി ഫുട്ബോൾ കളിയിലാണ് എന്ന് മനസ്സിലാക്കി കണക്കിൽ തോറ്റു നിൽക്കുന്നതിൻ്റെ കാലിൽ ബൂട്ടും പന്തും വെച്ചു കൊടുക്കുന്ന ധീരനായ അച്ഛൻ. എനിക്ക് അയാളോട് തോന്നിയ ബഹുമാനമാകാം എൻ്റെ 2 തുള്ളി കണ്ണുനീർ. തന്ന 500 ദിറംസ് ബാക്കി 70 തിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അയാളുടെ മുൽക്കയിൽ, അതായത് RC ബുക്കിൽ അയാളുടെ പേര് നോക്കി. രാജൻ അബ്രഹാം. ആ പേരിന് ധീരനായ അച്ഛൻ എന്ന് കൂടി അർത്ഥമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ബാക്കി വാങ്ങി ഗേറ്റ് പാസും ബയാനും കൊണ്ട് അയാൾ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് അയാളെ ഒന്ന് സല്യൂട്ട് ചെയ്യണമെന്ന് തോന്നി. എന്തൊരു വലിയ പാഠമാണ് ആ മനുഷ്യൻ പഠിപ്പിച്ചത്. എത്ര വലിയ സഹനത്തിൻ്റെ ധീരതയുടെ ആശയമാണ് ആ മനുഷ്യൻ പകർന്നത്. അച്ഛനാവുക എന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കാരണക്കാരനാകുക എന്നുള്ളതല്ല, മറിച്ച് ആ കുഞ്ഞിനെ ജീവിതം കൊണ്ട് ചങ്കിലേറ്റി ഹൃദയത്തിൽ താലോലിച്ച് അവരുടെ ഓരോ വളർച്ചയും സന്തോഷവും ആഹ്ലാദവും ചേർത്ത് വളർത്തി വലുതാക്കുന്ന ഉത്തമനായ ഒരു മനുഷ്യൻ്റെ പേരാണ് അച്ഛൻ. സന്തോഷ് എന്ന ആ മകനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പാണ്, നാളെ ഒരു നാൾ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു ഫുട്ബോൾ കളിക്കാരൻ നമ്മെ IM വിജയനെ പോലെ അത്ഭുതപ്പെടുത്തും. അവൻ്റെ ജേഴ്സിക്ക് പിറകിൽ സന്തോഷ് രാജൻ എന്ന പേരും കാണാൻ നമുക്ക് കഴിയും. കാരണം അവൻ്റെ വിജയങ്ങളുടെ ഘോഷയാത്ര ഞാൻ ആ അച്ഛൻ്റെ കണ്ണിലും വാക്കിലും കണ്ടിരുന്നു. അവനെക്കുറിച്ച് പറയുമ്പോൾ ആ അച്ഛൻ്റെ കണ്ണിലെ പ്രകാശം എനിക്ക് കാണാമായിരുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് എനിക്കിപ്പോൾ പറയുമ്പോഴും എനിക്ക് കണ്ണുനീര് വരുന്നുണ്ട്. ഇതാവണം അച്ഛൻ, ഇതാവണം മാതാപിതാക്കൾ. തോൽവി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണ്. വീണ്ടും ഒരുപാട് ഉയരങ്ങളിലെത്താൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ തന്നെ കഴിയാൻ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി RJ സ്മിത. കൂടാകും വീട്ടിലെ ചെല്ലക്കുഞ്ഞിന്നെന്നും കൂട്ട് ആലോലം കൊമ്പത്തൊരു ഞാലിട്ടാടുമ്പോൾ ആയത്തിലാട്ടുന്ന പാട്ട്. വാലിട്ടെഴുതുമ്പോൾ
ലണ്ടൻ മലയാളം റേഡിയോ, യുണൈറ്റഡ് മലയാളീസ് എന്റർടൈനർ. വീണ്ടും എല്ലാവർക്കും തിരിച്ചു വരാം. ഇവിടെ ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി, ലണ്ടൻ മലയാളം റേഡിയോയിൽ അമ്മിണിക്കുട്ടി ഒന്ന് സ്പോട്ടിലൂടെ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനും നിങ്ങളോട് വർത്താനൊക്കെ പറയാൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? കടന്നു വരൂ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ, നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി RJ സ്മിത. അടുത്തതായിട്ട് ഇനി അമ്മിണിക്കുട്ടി ആയ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നല്ലേ? അതും ഒരു ചൊരൻ്റെ കാര്യം തന്നെ, പക്ഷെ ചിന്തിപ്പിക്കുന്നത് വളരെ രസകരമായിട്ടൊരു കാര്യം തന്നെയാണ്. എന്താണ് വിജയം? അതായത് വിജയം എന്നത് 10ാം ക്ലാസ് പരീക്ഷയിൽ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയ എൻ്റെ മകൻ വിജയിക്കുന്നത്, അല്ലെങ്കിൽ മകൻ പാസ്സായി എന്ന് പറയുന്നതാണോ വിജയം? അതല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു കമ്പനിയുടെ ഇൻ്റർവ്യൂ, ഒരുപാട് കാൻഡിഡേറ്റ്സിനെ പുറന്തള്ളിക്കൊണ്ട് ഞാൻ പാസ്സായി, എന്നെ എടുത്തിരിക്കുന്നു, അതായത് എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ഒരുപാട് അക്കങ്ങളുള്ള ഒരു നമ്പറാണ് എന്നൊക്കെ പറയുന്നതാണോ? അതുമല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവരെയും എൻ്റെ അയൽക്കാരെയും എൻ്റെ സഹപാഠികളെയും എൻ്റെ കൂടെ ഉള്ള എല്ലാ കൂട്ടുകാരെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് ഞാൻ ഫോറിൻ കൺട്രിയിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനായി പോകുന്നു, എനിക്ക് അതിനുള്ള വിസ കിട്ടി, അതാണോ നിങ്ങളുടെ വിജയം? അതുമല്ലാന്നുണ്ടെങ്കിൽ എന്താണ് വിജയം? അതോ ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുന്നതാണോ വിജയം? വിജയത്തിനെക്കുറിച്ച് ഞാൻ ഈ ഇടയ്ക്ക് രസകരവും എന്നാൽ അതിലേറെ ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വായിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ കരുതിയതാ നിങ്ങളോട് ഒന്ന് പറയണമെന്ന്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ ഞാൻ പറയുന്നത് കേട്ടിട്ട്. എന്താണ് വിജയം? വാട്ട് ഈസ് സക്സസ്? 4 വയസ്സായിരിക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻസിൽ യൂറിനേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വിജയിച്ചു. ഇനി 8 വയസ്സാകുമ്പോൾ സക്സസ് എന്ന് പറയുന്നത് തിരികെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്കറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, തിരിച്ച് വീട്ടിലേക്ക് നിങ്ങളുടെ ആരുടെയും സഹായമില്ലാതെ വരാൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിജയിച്ചു. അപ്പോഴാണ് നിങ്ങൾ 8 വയസ്സിൽ വിജയമായത്. 12 വയസ്സിലാകട്ടെ ഒരുപാട് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റാറാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിജയം. ഇനി അടുത്തത് 18 വയസ്സാകുമ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഒരു ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടുന്നതിൽ ഒതുങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ 18 വയസ്സാകുമ്പോൾ നിങ്ങൾ വിജയമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി 23 വയസ്സാകുമ്പോൾ സക്സസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ടു ഗ്രാജുവേറ്റ് ഫ്രം എ യൂണിവേഴ്സിറ്റി. ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവൻ ജയിച്ചു കഴിഞ്ഞു, അവനെ നോക്കി പഠിക്കണം, അവനാണ് വിജയി, അല്ലേ? 25 ഇയേഴ്സ് ആകുമ്പോൾ നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ കിട്ടിയാൽ 25ാമത്തെ വയസ്സിൽ നിങ്ങളൊരു വിജയിയാണ്. 30 വയസ്സിലാകട്ടെ ഒരു നല്ല ഫാമിലി മാൻ ആവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വിജയിയാണ്. 35ാമത്തെ വയസ്സിലോ നന്നായിട്ട് നിങ്ങൾക്ക് പണം സമ്പാദിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ വിജയം കണ്ടു എന്ന് എല്ലാവരും നിങ്ങളോട് പറയും. നിങ്ങളൊരു വിജയമായിട്ട് ഈ ലോകം മുഴുവൻ കണക്കാക്കും. 45ാമത്തെ വയസ്സിലാകട്ടെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ യുവത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ വിജയിച്ചു. നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത് ഒരു വിജയിയായിട്ടായിരിക്കും. 50ാമത്തെ വയസ്സിലാകട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷനും നല്ല പണവും ഒക്കെ സമ്പാദിച്ചു കൊടുക്കുവാനും നല്ലൊരു രീതിയിൽ അവളെ വളർത്തുവാനും കഴിഞ്ഞിരുന്നുവെങ്കിൽ 50ാമത്തെ വയസ്സിൽ നിങ്ങളാണ് വിജയി. 55ാമത്തെ വയസ്സിലോ എല്ലാ ജോലികളും ഭംഗിയായിട്ട് ചെയ്ത് മക്കൾക്കൊരു കടഭാരമൊന്നുമില്ലാതെ ഒരു തരത്തിലും ഭാരമാകുവാതെ ഇരിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളാണ് വിജയി. 60ാമത്തെ വയസ്സിലാകട്ടെ വീണ്ടും നിങ്ങൾക്ക് ആ ഡ്രൈവിംഗ് ലൈസൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. 65ാമത്തെ വയസ്സിലോ ഒരു അസുഖമൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞാൽ അന്നേരവും നിങ്ങളെ ആൾക്കാർ വിളിക്കും, 60ാമത്തെ വയസ്സായിട്ടും അങ്ങോരെ കണ്ടു പഠിക്കുക, എന്തൊരു വിജയിയാണ്. 70ാമത്തെ വയസ്സിൽ ആർക്കും ഭാരമാകാനിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമുണ്ടെങ്കിൽ, ആർക്കും ഭാരമാവാതെ നിങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അതാണ് വിജയം. 75ാമത്തെ വയസ്സിൽ വീണ്ടും നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സിനെ സമ്പാദിക്കാൻ കഴിഞ്ഞാൽ, പഴയ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളാണ് വിജയി. 80ാമത്തെ വയസ്സിലാകട്ടെ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി മറന്നു പോകുവാതെ വഴുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. 85ാമത്തെ വയസ്സിലോ വീണ്ടും പഴയ കാലത്തേക്ക് പോകാം. നിങ്ങളുടെ പാൻസിൽ നിങ്ങൾ യൂറിനേറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഇതൊരു സൈക്കിളാണ്. വിജയം എന്ന് പറയുന്നത് മിയർ ആയിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സംഭവമല്ല. വിജയം എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്.
ഏത് പ്രായത്തിലും നമ്മൾക്ക് അതിനെ നേടുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ പ്രായത്തിനനുസരിച്ച് നമ്മൾ വിജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് വിജയി. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇതൊരു ചെറിയ ഓർമ്മപ്പെടുത്തലും കൂടാണ്. വിജയം എന്ന് പറയുന്നത് പഠനം മാത്രമല്ല, ഒരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല. ഓരോരോ ഏജിലും നമ്മൾക്ക് ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രാപ്തരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളാണ് വിജയി. നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതിൽ ലണ്ടൻ മലയാളം റേഡിയോ, കൂടെ നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി RJ സ്മിത. കൊക്കിക്കുറുകിയും കുകുകുക്കുകുകിയും വെയിൽകായും വെട്ടുകിളി കൊക്കിക്കുറുകിയും കുകുകുക്കുകുകിയും വെയിൽകായും വെട്ടുകിളി കാടോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകുട്ടിപ്പായാനന്ദേ കുഞ്ഞാറ്റ കുഞ്ഞുങ്ങൾ കുരുവിക്കൂറുന്നുകൾ നിന്നെയൊരാളെയും പേടിച്ചു നിൽപ്പാണേ. കുക്കിക്കുറുകിയും കുകുകുക്കുകുകിയും വെയിൽകായും വെട്ടുകിളി കാടോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകുട്ടിപ്പായാനന്ദേ. മഴ പൊഴിയണ മലനിരയുടെ നെറുകയിലൊരു കൂട്ടിൽ മനസ്സു നിറയെ വിരിയുമരിയ കനവുകളുടെ പാട്ടിൽ. മഴ പൊഴിയണ മലനിരയുടെ നെറുകയിലൊരു കൂട്ടിൽ മനസ്സു നിറയെ വിരിയുമരിയ കനവുകളുടെ പാട്ടിൽ. മിന്നാര കുഞ്ഞുങ്ങൾ കൂത്താടും നേരം മറ്റാരും കാണാതെ മിന്നലായി വന്നു. മിന്നാര കുഞ്ഞുങ്ങൾ കൂത്താടും നേരം മറ്റാരും കാണാതെ മിന്നലായി വന്നു. ചെല്ലക്കിനാക്കൾ കുടഞ്ഞെറിഞ്ഞാൽ മിന്നാമീനുങ്ങീകൾ മെല്ലെ വീതുമ്പില്ലേ. കൊക്കിക്കുറുകിയും കുകുകുക്കുകുകിയും വെയിൽകായും വെട്ടുകിളി കാടോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകുട്ടിപ്പായാനന്ദേ. അലനുരയുമൊരരുവിയിലൊരു ചെറുമണിമര നിഴലിൽ വെയിൽ വിരിച്ച കസവ് തുന്നുമരിയ ചിത്രശലഭം. അലനുരയുമൊരരുവിയിലൊരു ചെറുമണിമര നിഴലിൽ വെയിൽ വിരിച്ച കസവ് തുന്നുമരിയ ചിത്രശലഭം. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാറോട് ചേർത്തൊന്നു കൊഞ്ചിച്ചൂടെ എല്ലാരും നിന്നോടെ ഉല്ലാസത്തിലല്ലേ. കൊക്കിക്കുറുകിയും കുകുകുക്കുകുകിയും വെയിൽകായും വെട്ടുകിളി കാടോരം കൊത്തിപ്പെറുക്കിയും കുറുവാലിട്ടാട്ടിയും പടകുട്ടിപ്പായാനന്ദേ. കുഞ്ഞാറ്റ കുഞ്ഞുങ്ങൾ കുരുവിക്കൂറുന്നുകൾ നിന്നെയൊരാളെയും പേടിച്ചു നിൽപ്പാണേ. കാടോരം ലണ്ടൻ മലയാളം റേഡിയോ. നല്ലൊരു മനോഹര ഗാനമൊക്കെ കേട്ടു. സോ ഗൈസ്, വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി ഓൺ ദി സ്പോട്ടിൽ ഇങ്ങനെ കുത്തിയിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വെൽക്കം ബാക്ക്. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി ഓൺ ദി സ്പോട്ടിൽ ഞാനാണ് RJ സ്മിത. ഇനി അടുത്ത കാര്യം എന്താണെന്നല്ലേ, ശങ്കരാചാര്യർ രചിച്ച ഒരു കൃതിയാണ് മാതൃപഞ്ചകം എന്ന് പറയുന്നത്. ഇതിൽ അമ്മയുടെ മഹത്വം നമുക്ക് ദർശിക്കാൻ കഴിയും.
8-ാം വയസ്സിൽ സന്യസിച്ച് ദേശം വിട്ട ശങ്കരൻ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു. എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് സമയത്തും അമ്മ ഒന്ന് സ്മരിച്ചാൽ മാത്രം മതി, ഞാൻ അമ്മയുടെ മുന്നിൽ എത്തിക്കൊള്ളാം. അന്ത്യവേളയിൽ അമ്മ മകനെ സ്മരിക്കുകയുണ്ടായി. ശങ്കരൻ ഉടനെ എത്തുകയും ചെയ്തു. മഹാതപസ്വിയായ മകന്റെ സന്നിധിയിൽ വെച്ചാണ് ആ പുണ്യവതിയായ മാതാവ് തന്റെ ശരീരം വെടിഞ്ഞത്. അമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ ചെയ്യവേ ആ പുത്രൻ 5 ശ്ലോകങ്ങൾ ചൊല്ലി. അതാണ് മാതൃപഞ്ചകം എന്ന കൃതി. ശ്രീ ശങ്കരൻ അമ്മയെ വന്ദിക്കുന്നത് ഇങ്ങനെയാണ്: നിൽക്കട്ടെ പേറ്റുന്നോ വിൻകഥ, രുചി കുറയും കാലം, ഏറും ചടപ്പും പൊയ്ക്കോട്ടെ, കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം, കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലിക്കും തീർക്കാവല്ലത്ര യോഗ്യൻ, മകനും അത് നിലയ്ക്കുള്ളോരമ്മേ തൊഴുന്നേൻ. പ്രസവവേളയിൽ എൻ്റെ അമ്മ അനുഭവിച്ച വേദന ആർക്ക് വിവരിക്കാനാകും? ഞാൻ ഗർഭത്തിലായിരിക്കെ ശരീരം ക്ഷീണിച്ച് ആഹാരത്തിന് രുചി കുറഞ്ഞ് ഛർദ്ദിച്ചും വിഷമിച്ചും തള്ളി നീക്കിയ ആ ദിവസങ്ങൾ, ജനന സമയത്ത് അല്ലെങ്കിൽ ജനനശേഷം 1 വർഷത്തോളം മലമൂത്രാദികളിൽ കിടന്ന് മലിനമാകുന്ന കുഞ്ഞിനെ പരിചരിക്കാനുള്ള കഷ്ടപ്പാട്, ഉറക്കമൊഴിഞ്ഞുള്ള പരിചരണം, പട്ടിണി കിടന്നും കുഞ്ഞിനെ പോറ്റുന്ന അമ്മ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ത്യാഗം ചെയ്തിട്ടുള്ള അമ്മയോട് ഏത് മകനാണ് ആ കടം തീർക്കുവാൻ കഴിയുന്നത്? അമ്മേ, ഒരു മകൻ എത്ര വലിയവനായാലും അവിടുത്തോടുള്ള കണക്ക് തീർക്കുവാൻ സാധ്യമല്ല. അതിനാൽ ഞാൻ അവിടുത്തെ നമിക്കുന്നു. ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ ഞാൻ സന്യസിച്ചതായി സ്വപ്നം കണ്ട് അതിരാവിലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന അമ്മ ഇപ്പോഴും എൻ്റെ സ്മൃതിപഥത്തിലുണ്ട്. നീ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്ന് കരഞ്ഞുകൊണ്ട് ഓടി വന്ന അമ്മയെ കണ്ട് സഹപാഠികളും എൻ്റെ ഗുരുജനങ്ങളും കൂടി കരഞ്ഞുപോയി. അമ്മേ, ആ സ്നേഹത്തിന് മുമ്പിൽ നമസ്കരിക്കുവാൻ മാത്രമേ ഈ മകന് കഴിയൂ. അമ്മേ, അവിടുന്ന് ശരീരം വെടിയുന്ന വേളയിൽ ഒരു തുള്ളി ഗംഗാജലം ചുണ്ടുകളിൽ ഇറ്റിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സന്യാസി ആയതിനാൽ ശ്രാദ്ധമൂട്ടുവാനും എനിക്കാവില്ല. അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാതിരുന്ന ഈ മകനോട് ദയവ് ചെയ്ത് പൊറുക്കണമേ. നീ എൻ്റെ മുത്തല്ലേ, രത്നമല്ലേ, കണ്ണിൻ്റെ കണ്ണല്ലേ, എൻ്റെ രാജാവല്ലേ, ദീർഘായുസായിട്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ കുട്ടിക്കാലത്ത് ലാളിച്ചു. ആ അമ്മയുടെ വായിൽ ഉണക്കലരി ഇടുവാൻ മാത്രമല്ലേ എനിക്കിന്ന് കഴിയുന്നുള്ളൂ. പ്രസവവേദന സഹിക്ക വയ്യാതെ അമ്മേ, അച്ഛ, ശിവ, കൃഷ്ണ, ഗോവിന്ദ, ഹരേ മുകുന്ദ എന്നിങ്ങനെ തിരുനാമം ചൊല്ലി അമ്മ വേദന സഹിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. അമ്മേ, അവിടുത്തെ സന്നിധിയിൽ ഞാനിതാ കൂപ്പുകൈയോടെ വന്നിക്കുന്നു. എല്ലാം ത്യജിച്ച സന്യാസി പോലും അമ്മ എന്ന 2 അക്ഷരത്തിന് മുന്നിൽ തലകുനിക്കുകയാണ്. കാരണം ആ 2 അക്ഷരത്തിൽ പരമദിവ്യനായ ഈശ്വരഭാവം തുളുമ്പി നിൽക്കുന്നുണ്ട്. ഇത് വിശ്വചേതാവായ ശ്രീ ശങ്കരനാണ് അമ്മയോടുള്ള കണക്ക് തീർക്കുവാൻ ഒരു സന്താനത്തിനും കഴിയുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. നമുക്കൊക്കെ ചെയ്യുവാൻ കഴിയുന്നത് അമ്മയെ തൊഴുക മാത്രമാണ്. എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ എന്നെ ഈ നിലയിലാക്കിയതെന്ന് ഉള്ളുരുകി അറിയുക. ഈ അറിവ് അമ്മയുടെ മുന്നിൽ നമ്മെ വിനയാന്വിതനാക്കും. വിനയമുള്ള മകനിൽ അല്ലെങ്കിൽ മകളിൽ അമ്മയുടെ അനുഗ്രഹം അമ്മ അറിയാതെ തന്നെ ചൊരിയപ്പെടും. അമ്മയുടെ അനുഗ്രഹമാണ് നമ്മളെല്ലാവരുടെയും ഭാവിയുടെ അടിസ്ഥാനശില. ഇത് മനസ്സിലാക്കിക്കൊണ്ടാവട്ടെ അടുത്ത ഗാനം നമ്മൾ കേൾക്കുന്നത്. നല്ലൊരു ഗാനം കേട്ടിട്ട് വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ലണ്ടൻ മലയാളം റേഡിയോ കൂടെ നിങ്ങളുടെ സ്വന്തം RJ സ്മിത. നെഞ്ചിൽ പാടും ഉയർത്തിയേ
இந்தா அப்படியே சாப்பிடுறியா? அது என் கண்ணில் ஈரம் வந்தால் என் நெஞ்சில் பாரம் வந்தால் சாய்வேனே உன் தோளிலே கண்ணீரே கூடாதென்றும் என் பிள்ளை வாடாதென்றும் சொல்வாயே அண்ணாலிலே இனி ஒரு ஜன்மம் எடுத்து வந்தாலும் உன் மகனாகும் வரம் தருவாய் உன் வீட்டு சின்ன குயில் நீ கொஞ்சம் பண்ண குயில் நான் வயதில் வளர்ந்தால் கூட மடியூஞ்சல் வேண்டும் மாட தெய்வமே எங்கேயோ போயிட்டு. வேருக்கு நீரை வெட்டாய் நீராய் கண்ணீரை வெட்டாய் பூவாச்சு என் தோட்டமே உன் பேரை சொல்லும் பிள்ளை போராடி வெல்லும் பிள்ளை பூமாலை என் தோளிலே இளம் பிறை என்று இருந்தவன் என்னை முழு நிலவாய் நீ வடிவமைத்தாய் வற்றாத கங்கை நதியா பெய்யாத மங்கை மதியா நீ வாழ்க புது விடியல் வேண்டும் எனக்கு எந்த நாளும் நீதான் கிழக்கு நீயே நீயே நானே நீயே நெஞ்சில் வாழும் உயிர் தீயே நீயே தந்தை நீயே தோழு நீயே தாலாட்டிடும் என் தோழி நீயே. You are listening London Malayalam Radio. വീണ്ടും തിരിച്ചു വരാം. ഇതിൽ ലണ്ടൻ മലയാളം റേഡിയോ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിതയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അടുത്ത് പറയാൻ പോകുന്ന വിഷയമേ നമ്മുടെ കൊക്കക്കോളയുടെ ഫോർമർ സിഇഒയുടെ പേരെന്താണെന്ന് അറിയാമോ? ബ്രയാൻ ഡൈസൺ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 30 സെക്കൻഡ് ദൈർഘ്യമുള്ളൊരു സ്പീച്ച് ഉണ്ട്. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആ സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടായിട്ടാണ് അമ്മണിക്കുട്ടി ഇത് പറയുന്നത്. അദ്ദേഹം ആ 30 സെക്കൻഡിൽ പറഞ്ഞ പവർഫുൾ ആയിട്ടൊരു സ്പീച്ചിൻ്റെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത്, ഇമാജിൻ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. ആ ഗെയിമിൽ നിങ്ങളുടെ 5 പന്തുകളുണ്ട്. ഈ 5 പന്തുകൾ വെച്ച് നിങ്ങൾ കളിക്കുകയാണ്. ഒന്നാമത്തെ പന്തിൻ്റെ പേരാണ് വർക്ക്, അതായത് ജോലി. രണ്ടാമത്തെ പന്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ് ഫാമിലി, നിങ്ങളുടെ കുടുംബം. മൂന്നാമത്തേത് ഹെൽത്ത്, നിങ്ങളുടെ ആരോഗ്യം. നാലാമത്തെ പന്തിൻ്റെ പേരാണ് ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടുകാർ. അഞ്ചാമത്തെ പന്തിൻ്റെ പേരാണ് സ്പിരിറ്റ്. ഈ 5 പന്തുകളും വെച്ച് നിങ്ങളിങ്ങനെ വായുവിൽ ഇങ്ങനെ ജഗിൾ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും വർക്ക് എന്ന് പറയുന്നത് ഒരു റബ്ബർ ബോളാണ്. അത് താഴെ വീണാൽ അത് ബൗൺസ് ബാക്ക് ചെയ്യും. പക്ഷെ ബാക്കി 4 ബോളുണ്ടല്ലോ, അതായത് ഫാമിലി, ഹെൽത്ത്, ഫ്രണ്ട്സ് ആൻഡ് സ്പിരിറ്റ്, ഇത്രയും 4 ബോളും ഗ്ലാസും കൊണ്ടാണ് മേഡ് ചെയ്തേക്കുന്നത്. കാരണം ഇതിലേതെങ്കിലും ഒന്നിനെ താഴെ ഇടുകയാണെങ്കിൽ അതിനെ ഒരിക്കലും ഈ പൂർണ്ണ രൂപത്തിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അത് ഡാമേജായി ഷാറ്റേർഡായി പോകും. ഇതൊരിക്കലും പഴയ പോലെ ഒരിക്കലും സെയിം ആവുകയില്ല. അതുകൊണ്ട് തന്നെ വർക്ക് എഫിഷ്യൻ്റ്ലി ഡ്യൂറിങ് ഓഫീസ് അവേഴ്സ് ആൻഡ് ലീവ് ഓൺ ടൈം. Give the required time to your friends, family and have proper rest.
നിങ്ങൾ വർക്ക് ചെയ്യുക എഫിഷ്യൻ്റായിട്ട്. ഓഫീസ് അവേഴ്സിൽ നിങ്ങൾ നല്ലൊരു ജോലിക്കാരനായിട്ട് തന്നെ ഇരിക്കുക. പക്ഷേ സമയമായി കഴിഞ്ഞാൽ വീണ്ടും ആ കമ്പനിയെ സ്നേഹിച്ചുകൊണ്ട് അവിടെ കിടക്കണ്ട. നിങ്ങളുടെ ജോലി പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ വേഗം നിങ്ങളുടെ ഫാമിലിയിലേക്ക് തിരിച്ചെത്തുക. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ റെൻറ്റ് പേ ചെയ്യാനും നിങ്ങളുടെ ബാക്കിയുള്ള ബില്ല് പേ ചെയ്യാനും വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ലൈഫ്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഫാമിലിക്ക് സ്പേസ് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിന് സ്പേസ് ഉണ്ട്, സമൂഹത്തിന് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാല്യൂ ഹാസ് എ വാല്യൂ ഓൺലി ഇഫ് ഇറ്റ്സ് വാല്യൂ ഈസ് വാല്യൂഡ്. നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചുവരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. കൂടെ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി RJ. காற்றே என் வாசல் வந்தாய், மெதுவாக கதவு திறந்தாய். காற்றே உன் பேரை கேட்டேன், காதல் என்ற. நேற்று நீ எங்கிருந்தாய், காற்றே நீ சொல்வாய் என்றேன். சுவாசத்தில் இருந்ததாக சொல்லி சென்றாய். துள்ளி வரும் காற்றே, துள்ளி வரும் காற்றே, தாய்மொழி பேசு. நிலவுள்ள வரையில், நிலமுள்ள வரையில் நெஞ்சினில் வீசு. துள்ளி வரும் காற்றே, துள்ளி வரும் காற்றே, தாய்மொழி பேசு. காற்றே என் வாசல் வந்தாய், மெதுவாக கதவு திறந்தாய். காற்றே உன் பேரை கேட்டேன், காதல் என்றாய். கார்காலம் மழைக்கும் போது ஒளிந்து கொள்ள நீ வேண்டும். தாவணி குடை பிடிப்பாயா? அன்பே நான் உறங்க வேண்டும், அழகான இடம் வேண்டும், கண்களில் இடம் கொடுப்பாயா? நீ என் அருகில் வந்து நெளிய, நான் உன் மனதில் சென்று ஒளிய. நீ உன் மனதில் என் உருவம் கண்டுபிடிப்பாயா? பூக்களுக்குள்ளே தேனுள்ள வரையில் காதலர் வாழ்வு. பூக்களுக்குள்ளே தேனுள்ள வரையில் காதலர் வாழ்வு. பூமிக்கு மேலே வானுள்ள வரையில் காதலும் வாழ்க. காற்றே என் வாசல் வந்தாய், மெதுவாக கதவு திறந்தாய். காற்றே உன் பேரை கேட்டேன், காதல் என்ற. நீ எங்க இருந்தாய், காற்றே நீ சொல்வாய் என்றேன். சுவாசத்தில் இருந்ததாக சொல்லி சென்றாய். சிப்பி என்னை திறந்து கொள்ள சொல்கிறதா? என் நெஞ்சம் மறண்டு நிற்கிறதே. நான் சிறு குழந்தை என்று நினைத்தேன், உன் வருகை நான் வயதறிந்தேன். என்னை மறுபடியும் சிறு பிள்ளையாய் செய்வாயா? கட்டிலிடும் வயதில் தொட்டிலிட சொன்னால் சரியா சரியா? கட்டிலிடும் வயதில் தொட்டிலிட சொன்னால் சரியா சரியா? கட்டிலில் இருவரும் குழந்தைகளானால் பிழையா பிழையா? காற்றே என் வாசல் வந்தாய், மெதுவாக. காற்றே உன் பேரை கேட்டேன், காதல்
என்றாய். துள்ளி வரும் காற்றே தாய்மொழி பேசு. You are listening London Malayalam Radio. എ വാല്യൂ ഹാസ് എ വാല്യൂ വെൻ ഇറ്റ്സ് വാല്യൂ ഈസ് വാല്യൂഡ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആരായിരുന്നു അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ കൊക്കക്കോളയുടെ മുൻ CEO ആയ ബ്രയാൻ ഡൈസന്റെ വാക്കുകളായിരുന്നത്. 30 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയ സ്പീച്ചിനൊടുവിൽ അദ്ദേഹം പറഞ്ഞ ഒരു കോട്ടാണിത്. ഒരു മൂല്യത്തിന് മൂല്യം നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂല്യത്തിന് അമൂല്യമാകണമെന്നുണ്ടെങ്കിൽ, ആ മൂല്യത്തിന്റെ വില നമ്മൾ മതിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അത് അമൂല്യമാവുകയുള്ളൂ. ഏതായാലും അങ്ങനെയാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും. നമ്മുടെ ജീവിതത്തിന് ഒരു മൂല്യമുണ്ട്. പക്ഷെ ആ മൂല്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ നമ്മൾ കൊടുത്തിരിക്കണം. ഏതായാലും നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. നാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഇത് പറയുന്നത്. ഈ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ, അല്ലാതെ നമ്മുടെ കേരളത്തിൽ നിർഭയ, കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവനും നിർഭയ എന്നൊരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സ്ത്രീകൾക്കും, നിങ്ങളുടെ ഭാര്യയാകാം, പുത്രിമാരാവാം, സഹോദരിമാരാവാം, അവർക്ക് എല്ലാവർക്കും ഞാൻ ഇനി ഈ പറയുന്ന നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾ പങ്കുവെക്കണം. അടിയന്തര സാഹചര്യത്തിൽ ലേഡീസ് ശൂന്യമായ സന്ദേശം അയക്കുവാനോ അല്ലെങ്കിൽ മിസ് കോൾ നൽകുവാനോ ഒക്കെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ പോലീസിന് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സ്ഥലം കണ്ടെത്തുവാനും നിങ്ങളെ സഹായിക്കുവാനും കഴിയും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിർഭയ എന്നുള്ള ആ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ മൊബൈൽ നമ്പർ ഞാൻ പറയുകയാണ്. 9833312222 9833312222. ഇതാണ് നിർഭയയുടെ മൊബൈൽ നമ്പർ. തീർച്ചയായിട്ടും നിങ്ങൾ സേവ് ചെയ്യുക. എപ്പോഴെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ നമുക്കത് ഉപകാരപ്പെടും. എന്തായാലും നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിത.
ചെങ്കതളി കൂമ്പുകളിൽ തേന്നിരുന്നുണ്ണുന്ന തുമ്പികളോ, തുമ്പികൾ തൻ പൂഞ്ചിറകിൽ തുള്ളിത്തുളുമ്പുന്ന പൊൻവെയിലോ, പൊൻവെയിലാടും പുൽക്കൊടിയോ, പുൽക്കൊടി തുഞ്ചത്തെ മുത്തുകളോ താളം ചൊല്ലിത്തന്നു. കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരും കുളിർക്കാറ്റും, കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടും മലർമേടും അലമാലയായിരം മയിലാടിടുന്ന പോലെ ഇളകും കടലോ കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരും കുളിർക്കാറ്റും, കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടും മലർമേടും അലമാലയായിരം മയിലാടിടുന്ന പോലെ ഇളകും കടലോ ഹോ, ഈ മനുഷ്യരൊരു വല്ലാത്ത സംഭവം തന്നെ കേട്ടോ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാനിങ്ങനെ ചിന്തിക്കുന്ന മാതിരി നിങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ഒന്നുകൂടെ ചിന്തിച്ചോ. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഇങ്ങനെ സൃഷ്ടിച്ചേ ഈ ലോകത്തിലേക്ക് ഇങ്ങനെ അയച്ചു വന്നപ്പോൾ നമുക്ക് എല്ലാവരെയും തുല്യമായിട്ടാണ് അങ്ങോരെ സൃഷ്ടിച്ചത്. എല്ലാവർക്കും ഓരോ താലന്തുകളും തന്നിട്ടുണ്ട്. ഈ താലന്തുകൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിലാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുട്ടൻസ് കിടക്കുന്നത്. എന്നാൽ ചിലർ അതിനെ തിന്മയ്ക്ക് വേണ്ടി മാത്രമാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളത് ഒരു വല്ലാത്ത സങ്കടകരമായ കാര്യം തന്നെയാണ്. ഈ അടുത്ത കാലത്ത് എന്ന് പറയാൻ ഒരുപാട് നാളൊന്നും ആയില്ലത്, ഈ 2-3 ദിവസം മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നടന്ന ആ ബോംബ് ബ്ലാസ്റ്റിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയും, മാഞ്ചസ്റ്റർ മാത്രമല്ല കേട്ടോ, മാഞ്ചസ്റ്ററിനെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ കോപ്പുകൂട്ടുകയാണ്. ഇന്ന് യുദ്ധം ഏത് നിമിഷവും പ്രതീക്ഷിക്കാമെന്നുള്ള ഒരു മുൾമുനയിലാണ് ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഉത്തര കൊറിയയും അമേരിക്കയും, സിറിയയിലെ പ്രശ്നങ്ങൾ, പിന്നെ അതേ ഏറ്റവും ഒടുവിലാണ് നമ്മുടെ മാഞ്ചസ്റ്ററിൽ, പിന്നെ ജാർഖണ്ഡിൽ നമ്മുടെ സ്ഫോടനം. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യമാണ്. ഇതൊന്നും എനിക്ക് സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ തടയാൻ പാടില്ലെന്നാണ് നമുക്കിത് സംഭവിക്കാം. അപ്പം ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ കാര്യമാണെങ്കിലും ഒരു കൂട്ടം മനുഷ്യർ ദൈവം പറഞ്ഞതുപോലെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ കഴിവുകൾ വിനിയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ എന്താണെന്നറിയാമോ? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ? ലണ്ടൻ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളത്. വിമാനം, ഹെലികോപ്റ്റർ, എയർഷിപ്പ് എന്നിവയുടെ സാങ്കേതിക വിദ്യ സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന എയർലാൻഡർ 10 എന്ന വിമാനത്തിൽ ഹീലിയമാണ് നിറച്ചിരുന്നത്. മനുഷ്യരെയും കൊണ്ട് 5 ദിവസം വരെ 6100 മീറ്റർ ഉയരത്തിൽ പറക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിമാനമാണ് ഇത്. 92 മീറ്ററാണ് ഈ വിമാനത്തിന്റെ ആകെ നീളം. ഈ മാസം 10-ന് ബ്രിട്ടനിൽ നടത്തിയ പരീക്ഷണ പറക്കലിലാണ് വിമാനം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത്. എയർലാൻഡർ 10ന്റെ ചീഫ് പൈലറ്റ് ഡേവ് ബേൺസൺ അഭിപ്രായപ്പെട്ടത് ഇത് ഏറ്റവും വലിയൊരു സംരംഭം എന്നുള്ളതാണ്. യാത്രക്കാരെ കയറ്റുവാനും ചരക്കെത്തിക്കുവാനും വിമാനം ഉപയോഗിക്കുമെന്നത് നിർമ്മാതാക്കളായ ഹൈബ്രിഡ് എയർ വെഹിക്കിൾസ് കമ്പനി അധികൃതർ പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും നല്ലൊരു കാര്യം. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് വേണ്ടിയിട്ട് ഉളവാകട്ടെ. ഇനിയും ഇങ്ങനെയുള്ള മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പല നല്ല കണ്ടുപിടുത്തങ്ങളും മനുഷ്യരുടെ താലന്തുകളിൽ നിന്നും ഉൾപ്പുറപ്പെടുവിക്കട്ടെ എന്നൊക്കെയുള്ളത് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഓൺ ദി സ്പോട്ടിൽ ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. കാരണം സമയം നോക്കിക്കോ, എനിക്ക് പോകാനുള്ള നേരമായി. പക്ഷെ എന്നാൽ തന്നെയും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട ഞങ്ങളുടെ വിലാസം RJ സ്മിത LMR എന്നുള്ള ഫേസ്ബുക്ക് ഐഡിയിലേക്ക് കമൻറ്റ്, വോൾ, പോസ്റ്റ്, മെസ്സേജസ് ഒക്കെ അയക്കാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇമെയിലായിട്ടും ഞങ്ങളെ റീച്ച് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇമെയിൽ ID smita@lmrlive.com എന്നുള്ളതാണ്. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയിരിക്കാം. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതിന് വരെ ഒരു ഷോർട്ട് ബൈ ബൈ പറയുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. മനസ്സിലായിരം കസവ് നെയ്യുമീ നെയ്യാമ്പൽ പൂവെന്നോരത്ത് ചെറുകുറുമ്പുമായി ചിറകുരുമ്പിടും ചങ്ങാലിക്കൂട്ടം ചാരത്ത് ഒരു നിഴല് പോൽ നിന്നിനവുകളിൽ ചിരി മധുരമായി നോവുകളിൽ ഒരു തെമ്മാടിക്കൂ